ആദ്യമേ ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വെക്റ്റേഴ്സും ഐഗൺ വാല്യൂസും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഒരു 2x2 മെട്രിക്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാ മെട്രിക്സിനെയും ലീനിയർ ട്രാൻസ്ഫോർമേഷനാക്കി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. R2ൽ നിന്ന് R2ലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ R2ലുള്ള വെക്റ്റേഴ്സിനെല്ലാം ട്രാൻസ്ഫോം ചെയ്യുകയാണ്. മെട്രിക്സ് എ കാണപ്പോൾ തന്നെ അറിയാം ഒരു 2x2 മെട്രിക്സ് ആണ്. R2ൽ നിന്ന് R2ലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ്. അതുകൂടാതെ ഒരു റൊട്ടേഷൻ മെട്രിക്സ് ആണ്. ഇതാണ് R2. അതിനെ ഒരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണ് എ എന്ന് പറയുന്ന മെട്രിക്സ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ അതിലുള്ള വെക്റ്റേഴ്സ് എല്ലാം 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെയുള്ള ഒരു 10 എന്ന് പറയുന്ന ഒരു വെക്റ്റർ എടുക്കുകയാണ്. ആ വെക്ടറിനെ എ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ അതെങ്ങനെ വരും? ഒരു 45 ഡിഗ്രി ചരിഞ്ഞ് വരും. എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സിൽ 10 എന്ന് പറയുന്ന വെക്ടർ ആക്ട് ചെയ്യുമ്പോൾ ആ വെക്ടറിനെ എങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യും? ഒരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതെവിടെ 1/√2 1/√2 എന്ന് പറയുന്ന വെക്ടറായിട്ട് മാറും. ഇനി എ എന്ന് പറയുന്ന മെട്രിക്സിൽ ഈ വെക്ടർ ഇട്ട് കൊടുത്താൽ അതിനെ എങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യും? ഒരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും, ഇതിലോട്ടെത്തും. ഇനി എ എന്ന് പറയുന്ന മെട്രിക്സിൽ ഇങ്ങനെ ഒരു ഈ വെക്ടർ ഇട്ട് കൊടുത്താൽ, അതായത് ഇവിടുത്തെ 0 1 എന്ന് പറയുന്ന ഈ വെക്ടറാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അത് എങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യും? അത് ഒരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് എ എന്ന് പറയുന്നത്. അടുത്തൊരു 2x2 മെട്രിക്സ് എക്സാമ്പിളായിട്ട് എടുക്കാം. ഈ മെട്രിക്സും R2ൽ നിന്ന് R2ലേക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ റെപ്രസെൻ്റ് ചെയ്യും. R2നെ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ 2 ടൈംസ് സ്കെയിൽ ചെയ്യും. എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ 2 ടൈംസ് സ്കെയിൽ ചെയ്യുകയാണ് ഈ മെട്രിക്സ് ചെയ്യുന്നത്. വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിൽ പ്രത്യേകിച്ച് സ്കെയിലിംഗ് ഒന്നുമില്ല. ഈ ടി എന്ന് പറയുന്ന മെട്രിക്സിൽ 10 എന്ന് പറയുന്ന വെക്ടർ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ്. അപ്പോൾ അത് 2 ടൈംസ് സ്കെയിൽ ചെയ്യും. 2 ടൈംസ് സ്കെയിലായിട്ട് ഇവിടെ വരും. ഈ ടി എന്ന് പറയുന്ന മെട്രിക്സിൽ 0 1 എന്ന് പറയുന്ന വെക്ടർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ആ മെട്രിക്സിൽ ആ വെക്ടർ അതേപോലെ തന്നെ നിൽക്കും. ഇനി ടി എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് 1/√2 1/√2 എന്ന് പറയുന്ന ആ വെക്ടർ ഇടുകയാണെങ്കിൽ സ്കെയിൽ ആവുകയും ചെയ്യും, അതേപോലെ റൈറ്റ് സൈഡിലോട്ട് കുറച്ച് ടിൽറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം ഇങ്ങനെ വരും. ഇവിടെ ടി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ 10 എന്ന് പറയുന്ന വെക്ടറിനെ 2 ടൈംസ് സ്കെയിൽ ചെയ്യുകയാണ് ചെയ്തത്. 0 1 എന്ന് പറയുന്ന വെക്ടറിനെ ഒന്നും ചെയ്തിട്ടില്ല. 1/√2 1/√2 എന്ന് പറയുന്ന വെക്ടറിനെ സ്കെയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ ജസ്റ്റ് ടിൽറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ടൈംസ് സ്കെയിലിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ 1 ടൈംസ് സ്കെയിലിംഗ് എന്നും പറയാം. പ്രത്യേകിച്ച് സ്കെയിലിംഗ് നടത്തുന്നില്ല, അതുകൊണ്ട് 1 ടൈംസ് സ്കെയിലിംഗ് എന്നും പറയാം. ഒരു വെക്ടറിനെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ വെക്ടർ ജസ്റ്റ് സ്കെയിലിംഗ് മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ അങ്ങനത്തെ വെക്ടറിനെയാണ് ഐഗൺ വെക്ടർ എന്ന് വിളിക്കുന്നത്. ഇവിടെ 10 എന്ന് പറയുന്ന വെക്ടർ 2 ടൈംസ് സ്കെയിൽ ചെയ്തുകൊണ്ട് 10 എന്ന് പറയുന്ന വെക്ടർ ഒരു ഐഗൺ വെക്ടറാണ്. അതേപോലെ 0 1 എന്ന് പറയുന്ന വെക്ടറും ഒരു ഐഗൺ വെക്ടറാണ്, കാരണം അവിടെ 1 ടൈംസ് സ്കെയിലിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഈ സ്കെയിലിംഗ് എത്രത്തോളം ഉണ്ട്, എത്ര ടൈംസ് സ്കെയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ 10 എന്ന് പറയുന്ന വെക്ടർ 2 ടൈംസ് സ്കെയിൽ ചെയ്തു. അപ്പോൾ 10 എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ 0 1 എന്ന് പറയുന്ന വെക്ടർ 1 ടൈമാണ് സ്കെയിൽ ചെയ്തേക്കുന്നത്. അപ്പം ഈ വെക്ടറിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ ടി എന്ന് പറയുന്ന മെട്രിക്സിൽ എക്സ് എന്ന് പറയുന്ന വെക്ടർ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ജസ്റ്റ് സ്കെയിലിംഗ് മാത്രമേ സംഭവിക്കുന്നുള്ളെങ്കിൽ, ലാംഡ ടൈംസ് സ്കെയിലിംഗ് മാത്രമേ സംഭവിക്കുന്നുള്ളെങ്കിൽ അങ്ങനത്തെ വെക്ടറാണ് ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. അത് എത്ര ടൈംസ് സ്കെയിൽ ചെയ്തു, അതായത് ഇവിടെ ലാംഡ വരും. ലാംഡയാണ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്.